കൺട്രോൾ എല്ലാം ആടായി വന്നിട്ടുണ്ട്. അതൊന്നും ഡിസൈറിനില്ല. നമുക്ക് മൂന്ന് വേരിയൻ്റുണ്ട്, സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെയുണ്ട്. വേറൊരു മാനുഫാക്ചർ അത് കൊടുക്കുന്നില്ല. മൊബൈൽ വഴി വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, ഫ്രീ ഓഫ് മൈൻഡിൽ കൊണ്ടുപോകാം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഏറ്റവും പുതിയ 3rd ജനറേഷൻ ഹോണ്ട അമേസ് ആണ്. ഇതിൻ്റെ വിശേഷങ്ങളും പ്രത്യേകതകളും എന്തൊക്കെയാണെന്ന് നോക്കാം. പഴയ വാഹനത്തിൽ നിന്നും പുതിയ വാഹനത്തിലുള്ള മാറ്റങ്ങളും അതുപോലെ ഈ ഒരു വാഹനത്തിൻ്റെ ഡൗൺ പേയ്മെൻറ്റ്, വില, കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. മിർസബയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനസ്. കാത്തിരിപ്പിനൊടുവിൽ അമേസ് മുഖം എനിക്ക് എത്തിയിരിക്കുകയാണ്. നമുക്കിതിൻ്റെ ഡിസൈൻ പാർട്ടൊന്ന് ഓടിച്ചു നോക്കാം. 3 വേരിയൻ്റാണ് പുതുക്കിയ അമേസിനുള്ളത്. VX, ZX. ഇത് മാനുവലിലും CVT ഓട്ടോമാറ്റിക്കലും നമുക്ക് അവൈലബിൾ ആണ്. ടോപ്പിൻ്റെ മോഡലായിട്ടുള്ള ZX മാനുവലാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേനും നമുക്ക് പൂർണ്ണമായും ഒരു എലിവേറ്റിൻ്റെ രൂപമാണ്, എലിവേറ്റിൻ്റെ ഒരു ഡിസൈൻ സ്റ്റൈലാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഈ ഫ്രണ്ടിലെ ഗ്രില്ലും അതുപോലെ ഈ സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഹെഡ് ലാമ്പ് യൂണിറ്റ് എല്ലാം എലിവേറ്റിൻ്റെ രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. LED പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പാണ് വാഹനത്തിന് നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് തന്നെ DRL കാണാം. ഈ ഒരു DRL തന്നെയാണ് ഇൻഡിക്കേറ്ററും പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സെയിം ഹെഡ് ലാമ്പ് യൂണിറ്റ് ആണ് ബേസ് മോഡൽ മുതൽ നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. അതിൻ്റെ ഒത്ത നടുക്കായിട്ട് തന്നെ ഹോണ്ടയുടെ ലോഗോയും പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ താഴേക്ക് വരുമ്പോഴത്തേനും ഫോഗ് ലാമ്പ് യൂണിറ്റ് കാണാം. ഈ ഫോഗ് ലാമ്പ് യൂണിറ്റ് വരുന്നതും LED ആണ്. അതുപോലെ ഒരു ചെറിയൊരു ലിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. വാഹനം നല്ല മനോഹരമാക്കി മാറ്റിയിട്ടുണ്ട് പഴയതിൽ നിന്നും. മെയിനായിട്ടും ഇതിൻ്റെ ഡിസൈനിങ്ങിലാണ് വ്യത്യാസം വന്നിട്ടുള്ളത്. പഴയ മോഡലിനെ വെച്ച് നോക്കുമ്പോഴത്തേനും ഫ്രണ്ടിൽ ഒരു എലിവേറ്ററിൻ്റെ ഡിസൈനും ബാക്കിലേക്ക് വരുമ്പോൾ ഒരു സിറ്റിയുടെ ഒരു ഡിസൈനും കൂടിയും ചേർത്ത് ആ ഒരു ഡിസൈനിങ്ങിലാണ് ഏറ്റവും വ്യത്യാസം വന്നിട്ടുള്ളത്. വാഹനം കുറച്ചും കൂടിയും ഒരു പ്രീമിയം ലുക്കിലേക്ക് വന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിൻ്റെ സൈഡ് പോർഷനിലേക്ക് വരുമ്പോഴത്തേനും പൂർണ്ണമായും നമുക്ക് പഴയ ഒരു അമേസിൻ്റെ ഒരു രീതി തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെ ഡോർ ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുള്ളത് ക്രോം ഫിനിഷിങ്ങിലാണ്. അതുപോലെ തന്നെ ഈ മിറർ വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം പഴയ മോഡലിൽ ഈ ഒരു ഭാഗത്തായിട്ടായിരുന്നു മിറർ പ്ലേസ് ചെയ്തിരുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്നത് ഡോറിൻ്റെ ഭാഗത്തായിട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഇവിടെ ഒരു റിക്വസ്റ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഡോർ ഹാൻഡിൽസ് സെയിം മോഡൽ തന്നെയാണ് വന്നിരിക്കുന്നത്. കീലെസ് എൻട്രി ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഫ്യൂവൽ ലിഡിൻ്റെ ഡിസൈൻ സ്റ്റൈലിൽ മാറ്റം വന്നിട്ടുണ്ട്. മുമ്പത്തേതൊരു റൗണ്ട് ഷേപ്പിലായിരുന്നു, ഇപ്പം സ്ക്വയർ ഓവൽ ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. പുതിയ രീതിയിലുള്ള അലോയ് ഡിസൈനാണ് വാഹനത്തിന് നൽകിയിട്ടുള്ളത്. ടയർ സൈസ് വരുന്നത് 185/60 R15 ആണ്. VX-നും ZX-നും വന്നിട്ടുള്ളത് ഈ ഒരു ടയർ സൈസാണ്. ബേസ് മോഡലിൽ 175/65 R14 ടയർ സൈസാണ് വരുന്നത്. സെക്കൻഡ് വേരിയൻ്റ് മുതലാണ് വാഹനത്തിന് അലോയ് നൽകിയിട്ടുള്ളത്. ബൈക്കിലാണ് മറ്റൊരു വ്യത്യാസം വന്നിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ഹോണ്ട സിറ്റിയുടെ ഒരു ഡിസൈൻ എലമെൻറ്റ് ബൈക്കിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുള്ള ഈ ഒരു സ്പോയിലറൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഹോണ്ട പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഡിഫോഗർ കൊടുത്തിട്ടുണ്ട്. ഷാർപ്പിംഗ് ഹാൻഡിലിംഗ് കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ ബൂട്ട് വരുന്നതും ബൂട്ടും അത്യാവശ്യം നല്ലൊരു സ്പേസ്, ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ബൂട്ടാണ്. 412 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് കപ്പാസിറ്റി വരുന്നത്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ നല്ല പാഡിങ് കൊടുത്ത് ഇവിടെ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു ലാമ്പും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ളൊരു ബൂട്ട് സ്പേസാണ്. ഇവിടെ ഒരു ക്യാമറ കാണാം. ഇതിൻ്റെ ബാക്ക് സീറ്റ് കംഫർട്ട് ഒന്ന് നോക്കാം. ബൈക്കിലേക്ക് നമുക്ക് കയറിയിരിക്കാം. അത്യാവശ്യം തൈ സപ്പോർട്ടൊക്കെ കിട്ടുന്ന രീതിയിൽ തന്നെയാണ്. ഈ സൈഡിലേക്കൊക്കെ ആണെങ്കിലും ഈ ഒരു സീറ്റിൻ്റെ ഈ ഒരു ഭാഗത്തേക്കൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ബാക്കിൽ നമുക്ക് AC വെൻ്റ് കൊടുത്തിട്ടുണ്ട്. 3 ഹെഡ് റെസ്റ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹാം റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു റീഡിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡോറ് ഫുള്ള് ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് ഡോറ് കൊടുത്തിട്ടുള്ളത്. ഒരു ബ്ലാക്ക് ഡിസൈനിങ് ആണ് കൊടുത്തത്. ഇവിടെ ഒരു അലൂമിനിയം ബ്രഷ് ഫിനിഷിങ് ഈ ഒരു ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. പൂർണ്ണമായും മാറ്റം വന്നിട്ടുള്ള ഒരു ഡാഷ്ബോർഡ് ലേഔട്ട് നമുക്ക് കാണാം. എലിവേറ്റിൽ നിന്നും ഇൻസ്പയർ ആയിട്ടുള്ളതാണ് ഈ ഒരു ഡിസൈൻ. ബ്ലാക്കിൻ്റെയും ബീജിൻ്റെയും ഒരു കളർ കോമ്പിനേഷനാണ് ഇൻറ്റീരിയറിൽ വാഹനത്തിന് നൽകിയിട്ടുള്ളത്. 4 ഡോർ പവർ വിൻഡോയുടെയും അതുപോലെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സ്വിച്ചസ് ഒക്കെ നമുക്കിവിടെ കാണാം. ആംറസ്റ്റിന് വേണ്ടി ഒരു സ്മൂത്ത് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഡ്രൈവർ സൈഡിലുള്ള പവർ വിൻഡോ നമുക്ക് 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ആണ്. കൂടെ ആൻറ്റി പിഞ്ചും വരുന്നുണ്ട്. കുട്ടികളുടെയോ മറ്റോ കൈ അറിയാതെ എങ്ങാനും ഇതിൻ്റെ ഇടയ്ക്ക് പോയി കഴിഞ്ഞാൽ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഈ ഗ്ലാസ് ഒബ്ജക്റ്റിൽ ടച്ച് ചെയ്തിട്ട് നേരെ റിട്ടേൺ ബുക്കോളും. ഡ്രൈവർ സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന നിലയിലാണ്. ഇത് നമുക്ക് ബേസ് വേരിയൻ്റ് മുതൽ ലഭിക്കുന്നതാണ്. അതുപോലെ ടിൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സ്റ്റിയറിംഗ് വീലാണ് വാഹനത്തിന് വരുന്നത്. ഇത് രണ്ടും ഉള്ളതുകൊണ്ട് തന്നെ സുഗമമായ ഒരു ഡ്രൈവിംഗ് പൊസിഷൻ കണ്ടെത്താം. എലിവേറ്റർ നൽകിയിട്ടുള്ള അതേ സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് വാഹനത്തിന് നൽകിയിട്ടുള്ളത്. ഓഡിയോ കൺട്രോൾസും മറ്റും ബേസ് വേരിയൻ്റ് മുതൽ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ക്രൂയിസ് കൺട്രോൾ വരുന്നത് ടോപ്പ് എൻഡ് ആയിട്ടുള്ള ZX-ലാണ്. എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് കൊടുത്തിട്ടുള്ളത് വലത് സൈഡിൽ തന്നെയാണ്. ഇത് നമുക്ക് VX മുതലാണ് ലഭിക്കുന്നത്. 7 ഇഞ്ച് വലുപ്പമുള്ള സെമി ഡിജിറ്റൽ TFT ഡിസ്പ്ലേ ആണ് വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്.
8 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനാണ് വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ബേസ് വേരിയൻറ്റ് മുതൽ ലഭിക്കുന്നതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വിശദമായി തന്നെ നമുക്ക് എക്സിക്യൂട്ടീവിനോട് ചോദിച്ച് മനസ്സിലാക്കാം. നമ്മുടെ ഹോം ബട്ടൺ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റേഞ്ച് ഓഫ് ഫ്യൂൽ അറിയാൻ പറ്റും, ഡേറ്റ് ടൈം, സ്പീഡ്, ടൈം, G-മീറ്റർ ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. അതാണ് പ്രീമിയം വണ്ടികളിലുള്ള ഡിസ്പ്ലേ ആണ് G-മീറ്റർ ഡിസ്പ്ലേ. റിയർ സീറ്റ് ബെൽറ്റ് വരുന്നുണ്ട്, സേഫ്റ്റി സപ്പോർട്ട്, അഡാസിൻ്റെ സ്വിച്ച് നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്തിടാൻ പറ്റും, ഓൺ ഓഫും ചെയ്തിടാൻ പറ്റും. കസ്റ്റം ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. നമുക്ക് റേഞ്ച് ഓഫ് ഫ്യൂൽ എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്തിടാൻ പറ്റും. ഇതിൽ നമുക്ക് ആർഡിനോട് ഓട്ടോ കാർപ്ലേ എല്ലാം വയർലെസ് ആയിട്ട് കണക്ടിവിറ്റി ഉണ്ട്. 5 വർഷത്തേക്ക് സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആണ്. ആ 5 വർഷത്തിനുള്ളിൽ 5 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് അതിനുള്ള പേയ്മെന്റ് വരും. ബാക്കി ഒരു മാനുഫാക്ചറും 5 വർഷം തരുന്നില്ല. മാക്സിമം പോയി 2 വർഷമായിരിക്കും, അല്ലെങ്കിൽ 3 വർഷം അവർ തന്നത്. നമ്മൾ 5 വർഷം ഫ്രീ ആയിട്ട് സബ്സ്ക്രിപ്ഷൻ തരുന്നുണ്ട്. ഇപ്പോഴത്തെ എയർടെലിന്റെ സിം 5G എനേബിൾഡ് സിമ്മാണ് സെറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് ലൊക്കേഷൻ അറിയാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ ഹോണ്ട കണക്ട് ആപ്പ് വഴി വണ്ടിയുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാം, സർവീസ് ഹിസ്റ്ററി എടുക്കാൻ പറ്റും. ഈവൻ നമ്മളിപ്പോൾ ഇന്ത്യക്ക് വെളിയിൽ പോയാൽ പോലും വണ്ടി നമുക്ക് എവിടെയാണ് കറക്റ്റ് ലൊക്കേഷൻ, വണ്ടി മൊബൈലും റേഞ്ചിലാണെങ്കിൽ വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് AC നിർത്താൻ പോലും പറ്റും. AC ഓഫ് ചെയ്യാൻ പറ്റത്തില്ല, സ്റ്റാർട്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ. പിന്നെ ഇത് ഇൻബിൽറ്റ് ആയിട്ട് തന്നെ വയർലെസ് ചാർജർ ഉണ്ട്, അതിന്റെ സ്വിച്ചും സെപ്പറേറ്റ് വന്നിട്ടുണ്ട്. ഓൺ ഓഫ് ആക്കാൻ പറ്റും. ആ ഒരു മാറ്റ് പിന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫോൺ അവിടെ നിന്ന് തന്നെ പോകത്തില്ല. പിന്നെ ഒരു ചെരുവുണ്ട് ഉള്ളിലോട്ട് പുറത്തേക്ക് താടി പോകാതെ. ഇത് മറ്റേ USB കേബിൾ ഉണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ്. പുഷ് ബട്ടൺ സ്വിച്ച് ഇവിടെയാണ് വന്നിരിക്കുന്നത്. ഇത് ലൈൻ വാച്ചിന്റെ ലൈൻ വാച്ചിന്റെ സ്വിച്ച് ഇൻഡിക്കേറ്റർ ഓൺ ആക്കി ഓട്ടോമാറ്റിക്കലി അത് വന്നോളൂ. ഇനി ആ സ്വിച്ച് നമുക്ക് ഇൻഡിക്കേറ്റർ ആ ക്യാമറ വീണ്ടും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് കണ്ടുപോകാൻ പറ്റും. ഇത് ഒട്ടിച്ചെങ്ങനെയാണ് ക്ലാരിറ്റി ഇല്ലാതെ. റിവേഴ്സിന്റെ വന്നാലും അത്യാവശ്യം നല്ല ക്ലാരിറ്റി, സോണിയുടെ ക്യാമറ നല്ല ക്ലാരിറ്റി വന്നിട്ടുണ്ട്. അത് 3 ടൈപ്പിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. വൈഡ്, വിഡ്ത്ത്, ഡീപ്പ് വരും. 3 ടൈപ്പിൽ നമുക്ക് ക്യാമറ സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഡാഷ്ബോർഡാണ് ഫുള്ളായിട്ട് മാറിയിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് മാറിയിട്ടുണ്ട്, ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഇതൊരു ബീജ് കളറായി, അതൊരു പ്രീമിയം ലുക്ക് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഈ TFT ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനുള്ളതല്ലേ. ആ ഡിസ്പ്ലേയുടെ TFT ഡിസ്പ്ലേയാണ് ഇത് കൂട്ടാനും കുറയ്ക്കാനുള്ള ഇതാണ്. ബോണറ്റൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്നത്. ഇത് ചെറിയ ബൾജിങ്ങോട് വന്നുകൊണ്ട് കറക്റ്റ് നമുക്കിപ്പോൾ ഒരു ഇടുങ്ങി വഴികൂടെ പോയാൽ പോലും നമുക്ക് കറക്റ്റ് അത് സൈഡ് എറിഞ്ഞ് പോകാൻ പറ്റും. പിന്നെ സീറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പൊക്കം കുറഞ്ഞ ആൾക്കാർക്കും സുഖമായിട്ട് നമുക്ക് വണ്ടി കാണാൻ പറ്റും. നല്ല സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നല്ല പൊക്കമുണ്ട്. അപ്പോൾ കണ്ട ശരിക്കും ബോണറ്റ് മുകളിലായി ശരിക്കും നിലം കാണാം. ഇപ്പം നമുക്ക് പൊക്കം കുറഞ്ഞവർക്ക് പോലും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. പിന്നെ സ്റ്റിയറിംഗിൽ ടിൽറ്റബിൾ ആണ്, അത് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്താം. ലേഡീസിനൊക്കെ ആയാലും സുഖമായിട്ട് കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ ട്രാക്ഷൻ കൺട്രോളിന്റെ സ്വിച്ച് ഇവിടെ ഉണ്ട്. സ്റ്റിയറിംഗ് ഫുള്ളായിട്ട് മാറിയിട്ടുണ്ട്. എലിവേറ്ററിന് സമാനമായിട്ട് സ്റ്റിയറിംഗ് വന്നിരിക്കും. പിന്നെ ലൈൻ GPS വന്നിട്ടുണ്ട്. ഇത് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ആണ്. നമ്മൾ സാധാ ക്രൂയിസ് കൺട്രോൾ ചെയ്യാൻ നമ്മൾ ഒരു മിനിമം സ്പീഡിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്തു വെച്ചാൽ ആ ക്രൂയിസ് കൺട്രോൾ കട്ടായി പോകും. ഇത് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ അങ്ങനെയല്ല, ലെവറ്റ് അഡാസ് ഉള്ളതുകൊണ്ട് ഈ നമ്മളിപ്പോൾ ഒരു 30 കിലോമീറ്റർ അല്ലെങ്കിൽ 30 എബോവ് ആയാലും മാത്രമാണ് ഇത് വർക്കിംഗ് ആവുള്ളൂ. പക്ഷേ നമ്മൾ ഈ ഒരു 60 കിലോമീറ്റർ 70 കിലോമീറ്റർ ഇത് സെറ്റ് ചെയ്ത് വെച്ചു അത് നമുക്ക് ഫ്രണ്ടിൽ പോകുന്ന ഒരു വണ്ടി പോയി ആ വണ്ടിയുടെ സ്പീഡ് അനുസരിച്ച് നമ്മൾ സെൻസ് ചെയ്ത് ബാക്കിൽ നിൽക്കും. പെട്ടെന്ന് ചവിട്ടിയാലും നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ട കാര്യമില്ല. വണ്ടി അതിനനുസരിച്ച് സെൻസ് ചെയ്ത് ബാക്കിൽ നിന്നിട്ട് അത് 30 കിലോമീറ്റർ താഴെ വന്നാൽ മാത്രമാണ് കട്ടായി പോകുള്ളൂ. പിന്നെ അതനുസരിച്ച് ഓട്ടോമാറ്റിക് തന്നെ കയറി പോകുള്ളൂ. നമ്മളെപ്പോഴും വീണ്ടും സെറ്റ് ചെയ്യാൻ നിൽക്കേണ്ട കാര്യമില്ല, തന്നെ ഇതിലേക്ക് സെറ്റ് ചെയ്ത് മിറർ വന്നിട്ടുണ്ട്. ഇവിടെയുണ്ട്. രണ്ട് സൈഡിൽ മാറ്റി മിറർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റീഡിംഗ് ലാമ്പും വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ അഡാസിന്റെ ക്യാമറ, വൈഡ് ആംഗിൾ ക്യാമറയാണ്. പിന്നെ ഈ നമ്മുടെ ഇത് എലവേറ്ററിന് സമാനമായിട്ട് തന്നെയാണ് AC വെന്റ് വന്നത്. നമുക്ക് ക്ലോസ് ചെയ്ത് നിർത്താൻ പറ്റും. പിന്നെ അവിടെ നേരെ ഇങ്ങോട്ട് വരില്ല. അങ്ങനെ ക്ലോസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇപ്പൊ തണുപ്പ് കൂടുതലാന്ന് വെച്ചാൽ ആ സൈഡിൽ ഇരിക്കുന്നവർക്ക് വേണ്ടെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ശകലം പോലും തണുപ്പ് അവിടെ നിന്ന് വരുന്നില്ല. കാരണം വേറെ വണ്ടി ചാരി ഇട്ട് കഴിഞ്ഞാൽ സൈഡിയുടെ എയർ വരും. ഇതങ്ങനെയല്ല, ഇത് ഫുൾ ക്ലോസ് ചെയ്ത് നിർത്താൻ പറ്റും. അതിൽ AC വെന്റ് വന്നിട്ടുണ്ട്. ഇവിടെ സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. എക്സ്ട്രാ ഫിറ്റ് ചെയ്യാവുന്ന കേസാണ്. പിന്നെ ഇവിടെയായിരുന്നു നമ്മുടെ നേരത്തെ 2G അമേസിന്റെ വയർലെസ് ചാർജർ വന്നിരുന്നത്. അത് നമുക്ക് അത് ഓപ്ഷൻ ഒരു ആക്സറി ആയിരുന്നു, ഇൻബിൽറ്റ് അല്ലായിരുന്നു. ഇപ്പൊ വന്നേക്കുന്ന ഈ സ്പേസ് തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇവിടെ ഇൻബിൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നേരത്തെ ഒരു ആക്സറി ആയിട്ട് നമ്മൾ സെപ്പറേറ്റ്. അപ്പൊ ഈ കപ്പ് ഹോൾഡർ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടായിരുന്നു 2G അമേസ്. ഇതിൽ വന്നപ്പോഴത്തേക്കും ആ കപ്പ് ഹോൾഡർ അതുപോലെ തന്നെ ഉണ്ട്. അതുകൂടാണ്ട് എക്സ്ട്രാ ഫിറ്റിംഗ് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. 4 ഡോറിനും ഉണ്ട്. അത്യാവശ്യം ഉണ്ട്.
നല്ല സ്പേസ് ഉണ്ട്. ഈ വൈപ്പ് മഴ പെയ്യുമ്പോൾ വൈപ്പർ ഇടുമ്പോൾ ഓട്ടോമാറ്റിക് തന്നെ ഹെഡ്ലൈറ്റ് ഓൺ ആവും. ഹെഡ്ലൈറ്റ് ഓൺ ഓട്ടോമാറ്റിക്കലി, അതായത് സേഫ്റ്റി ചെയ്തേക്കുന്നതാണ്. വിസിബിലിറ്റി വണ്ടിയുടെ വിസിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക് അതായത് നമ്മൾ ഇതല്ലേ ഉള്ളൂ, വൈപ്പർ ഇടുമല്ലോ, വൈപ്പർ ഇടുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് തന്നെ ഹെഡ്ലൈറ്റ് ഓൺ, ലൈറ്റ് കളയും, ഹെഡ്ലൈറ്റ് കളയും. നല്ല ഫീച്ചറാണ് അത്. വൈപ്പർ ഇടുമ്പോൾ ആണ് തെളിയുന്നത്, അല്ലാണ്ട് തന്നെ ഓട്ടോമാറ്റിക് ഹെഡ്ലാമ്പാണ് നമ്മുടെ. നമ്മളിപ്പോൾ നിലവിലൊരു ടണലിന്റെ വഴി സന്ധ്യ ആയി കഴിഞ്ഞാൽ ടണലിന്റെ വഴിക്ക് നല്ല രീതിയിൽ നമ്മൾ എസ്റ്റേറ്റിലേക്ക് പോകുമല്ലോ, റബ്ബർ തോട്ടത്തിലേക്ക്, അങ്ങനെയൊക്കെ പോകുമ്പോൾ തന്നെ തെളിയും, ഓട്ടോമാറ്റിക് തന്നെ തെളിയും. പക്ഷെ നമ്മൾ ഈ പകലൊക്കെ അല്ലാത്ത സ്ഥലത്ത് പോയിക്കുമ്പോൾ മഴ പെയ്യുമ്പോഴോ അതുമ്പോൾ ഇത് വൈപ്പർ ഇടുമ്പോൾ ഓട്ടോമാറ്റിക് തന്നെ ഹെഡ്ലൈറ്റോടെ തെളിയും. ഓട്ടോ ഡിമ്മാണ്, ഓട്ടോ ഡിമ്മും റേറ്റുമാണ് ഇത് വരുന്നത്. ഈ ഒരു വാഹനം എക്സ്ഷോറൂം പ്രൈസ് ഏകദേശം 10 ലക്ഷം രൂപയിലുള്ളിൽ നിർത്തിയാണ് കമ്പനി പുറത്തിറക്കിയിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ ഏകദേശം അല്ലെ ഓൺ റോഡ് പ്രൈസ് പറയാം. നമുക്ക് 3 വേരിയന്റ് ആണുള്ളത്, VX, ZX, അങ്ങനെ 3 വേരിയന്റ് ആണ് മാനുവൽ മോഡൽ ഉള്ളത്. V വേരിയന്റിൽ നമുക്ക് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 7,99,900 രൂപയാണ് വരുന്നത്. അത് നമുക്ക് ഏകദേശം ഓൺ റോഡ് വരുമ്പോൾ ഒരു 9,80 കൂടി അടുത്ത് വെച്ച് തന്നെ വരത്തുള്ളൂ. രണ്ടാമത്തെ മോഡലാണ് VXMT വരുമ്പോൾ 9,17 എക്സ്ഷോറൂം പ്രൈസ്. അത് പറയുമ്പോൾ ഒരു 10 റേഞ്ചിലേക്ക് വരും. പിന്നെ ZXMT ആണ്, ആ വണ്ടിക്ക് 9,77,000 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. ഒരു സ്പെക്കിൽ ആ 10 ലക്ഷത്തിൽ താഴെ ഒരു വണ്ടി അഡാസ് സേഫ്റ്റി ഫീച്ചർ, ലെവൽ 2 അഡാസ് സേഫ്റ്റി ഫീച്ചർ ഉള്ള വണ്ടി നിലവിലില്ല. അഫോർഡബിൾ പ്രൈസിൽ കിട്ടുന്ന വണ്ടി നിലവിലില്ല. നമുക്ക് അഡാസ് മാത്രമല്ല, മറ്റേ ഇതിന് മുമ്പത്തിലെ സെക്കൻഡ് ജനറേഷൻ അപേക്ഷിച്ച് 6 എയർ ബാഗ് വന്നിട്ടുണ്ട്. ഫ്ലോട്ടിംഗ് ടൈപ്പ് 8 ഇഞ്ച് അഡ്വാൻസ്ഡ് ടച്ച് സ്ക്രീൻ സിസ്റ്റം വന്നിട്ടുണ്ട്. ഇൻബിൽറ്റ് ആയിട്ട് തന്നെ നമുക്ക് വയർലെസ് ചാർജർ വരുന്നിട്ടുണ്ട്. അങ്ങനെ കുറെ ഫീച്ചേഴ്സ്. ബാഗിൽ AC വെന്റ്, റിയർ AC വെന്റ് വന്നു. ഹെഡ് റെസ്റ്റ് 3 സീറ്റിനും സീറ്റ് ബെൽറ്റ് ഹെഡ് റെസ്റ്റ് വന്നിട്ടുണ്ട്. ബാഗിലൂടെ സീറ്റ് ബെൽറ്റ് റിമൈൻഡർ വന്നിട്ടുണ്ട്. വീതി കൂടിയിട്ടുണ്ടോ? വിത്ത് 4 mm കൂടിയിട്ടുള്ളൂ. ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് 172 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആയിട്ടുണ്ട്. പിന്നെ ഇതിന് മുമ്പുള്ള മോഡലിൽ 420 ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ടായിരുന്നു. ആ വിട്ട് കൂടിയോണ്ട് നമുക്ക് ബൂട്ട് സ്പേസ് കാലം കുറഞ്ഞു, 416 ആയിട്ട്. കാഴ്ചയിലൊന്നും കുറവൊന്നും വലിയതായിട്ട് കുറവുണ്ടാവും, കൂടുതലുണ്ടാവും. ഡിസൈറിനെക്കാളും പൊതുവായിട്ട് കൂടുതലുണ്ട്. ഒരു സൺറൂഫും കൂടെ സൺറൂഫ് എന്ന് വെച്ചുമ്പോൾ സേഫ്റ്റിനെ ബാധിക്കുന്നത് ഇതിനായതുകൊണ്ടാണ് അവരത് കൊടുക്കാത്തത്. പിന്നെ വേറെ മാത്രമല്ല, ഇത് വണ്ടിക്ക് കുറവ് സെഡാനല്ലേ, സെഡാൻ ടൈപ്പ് വണ്ടിയിലാകുമ്പോൾ സൺറൂഫ് വെച്ചാലും ചെറിയ കുഞ്ഞു പിള്ളേർക്ക്, ഒരു 5 വയസ്സിൽ താഴെയുള്ള പിള്ളേർക്ക് അതിനകത്ത് കയറി നിൽക്കാനേ പറ്റത്തില്ല, അല്ലാത്തവർക്ക് അതിനകത്ത് പറ്റത്തില്ല. പക്ഷേ ട്രെൻഡ് അതാണ്, ആ ഒരു പോരായ്മ മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ലൈൻ വാച്ച് ക്യാമറ അഡീഷണൽ ആവും, നമ്മുടെ ബ്ലാങ്ക് സ്പോട്ട് കൂടാതെ ലൈൻ വാച്ച് ക്യാമറയുടെ വന്നിട്ടുള്ളൂ. ബ്ലാങ്ക് സ്പോട്ട് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡും ബാക്ക് സൈഡും ആണ്, അത് രണ്ടും കവർ ചെയ്യുന്ന ക്യാമറ വന്നു. മെയിൻ അഡ്വാൻറ്റേജ് അതെ. നമുക്ക് ഇവിടെ അപ്പുറത്തെ സൈഡ് ഇല്ല, അതിന്റെ ആവശ്യമില്ല. റൈറ്റ് സൈഡ് നമുക്ക് ഓൾറെഡി നമുക്ക് കാണാം, വിസിബിലിറ്റി നല്ല വിസിബിലിറ്റി ആണ് ഉള്ളിൽ ഇരുന്നാൽ തന്നെ. റൈറ്റ് സൈഡും കാണാം, ഫ്രണ്ടും നമുക്ക് എല്ലാവരും കാണാം. നല്ല റോങ് വിസിബിലിറ്റി ആണ്. അപ്പോൾ കാണുമ്പോൾ സാറിന് കയറിയിരിക്കുമ്പോൾ അതെ അറിയാൻ പറ്റും. ആ ബോണറ്റ് ഇങ്ങനെ ബൾജ് ചെയ്തിരിക്കുന്നത് എലിവേറ്ററിന്റെ പോലെ തന്നെ ഇതിന്റെ ബോണറ്റ് ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്നതാണ്. കറക്റ്റ് നമുക്ക് ഫ്രണ്ടും കാണാം, സൈഡും കണ്ട് അറിഞ്ഞു പോകാൻ പറ്റും. പിന്നെ റൈറ്റ് സൈഡ് നല്ല വ്യൂ ഉണ്ട്. അതെ, ഒന്ന് നല്ല ഫ്രണ്ട് വ്യൂ ആണ് കിട്ടുന്നത്. അങ്ങനെ മറ്റേ സുരക്ഷാ ഫീച്ചേഴ്സ് വന്നു, പിന്നെ കാണാൻ കുറച്ചും കൂടി ക്ലാസ് ആയി, അതായത് ഒരു പ്രീമിയം ലുക്കായി വന്നിട്ടുണ്ട്. പിന്നെ സേഫ്റ്റിയിലേക്ക് വന്നിരിക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ബ്രേക്ക് അസിസ്റ്റ് ഉണ്ട്, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് വന്നിട്ടുണ്ട്, VSA ട്രാക്ഷൻ കൺട്രോൾ എല്ലാം ആടായി വന്നിട്ടുണ്ട്. അതൊന്നും ഡിസൈറിനില്ല. ഡിസൈർ 5 സ്റ്റാർ റേറ്റിംഗ് വന്നു. ഇതിലിപ്പോ സേഫ്റ്റി ഫീച്ചർ അല്ലാണ്ട് ആടായി വന്നിട്ടുണ്ട്. നമ്മള് വിട്ടിട്ടില്ല എന്നുള്ളൂ. ഇതിന് നമുക്ക് ഇടിക്കുന്നുള്ളൊരു പേടി വേണ്ട, കാരണം അഡാസ് ഫീച്ചർ വന്നിട്ടുള്ള ഇടിക്കുന്നുള്ള പേടി വേണ്ട. കാരണം ഇതുകൊണ്ട് അഡാസിന് വിട്ട് കഴിഞ്ഞാൽ അത് ഫീലായി പോകത്തുള്ളൂ. ഇടിക്കില്ല, വണ്ടിയുടെ സ്റ്റോപ്പ് ആവും. മറ്റേ ആള് വന്നു കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ആകും വണ്ടി. അല്ല, ഇങ്ങോട്ട് വന്നാലും ഈ വണ്ടി നിൽക്കും, ആ വണ്ടി പ്രശ്നമുള്ളൂ. മൊത്തത്തിൽ സുരക്ഷാ രീതിയിലും മാറ്റം വന്നു, അതുപോലെ ഡിസൈൻ സ്റ്റൈലിലും മാറ്റം വന്നിട്ടുണ്ട്, വണ്ടിക്ക് വന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെ നോക്കിയാലും 10 ലക്ഷത്തിൽ താഴെ കിട്ടാവുന്ന അഡാസ് ഫീച്ചേഴ്സ് ഉള്ള 2 ലെവൽ ഫീച്ചേഴ്സ് ഉള്ള ഷോറൂം പ്രൈസിൽ 10 ലക്ഷത്തിൽ താഴെ നിൽക്കുന്നു. അഡാസ് ഉള്ള വണ്ടി വരുമ്പോൾ നമുക്ക് ടാക്സ് ഇൻഷുറൻസ് അടക്കം ഒരു 11 രൂപ റേഞ്ചിലേക്ക് വരും അല്ലേ. ബേസ് മോഡൽ ആണെങ്കിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് കാണുമായിരിക്കും? ബേസ് മോഡലാണെങ്കിൽ നമുക്ക് വരുമ്പോൾ 14 ഇഞ്ച് വീലായിരിക്കും. കാരണം മിഡിൽ ഓപ്ഷൻ തൊട്ടാണ് അലോയ് വീൽ സ്റ്റാർട്ട് ചെയ്യണേ. ബേസിൽ വരുമ്പോൾ 14 ഇഞ്ച് സാധാ വീലായിരിക്കും, വീൽ കപ്പുള്ള സാധാ വീലായിരിക്കും. പിന്നെ സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ ഈ ഫ്ലോട്ടിംഗ് ടൈപ്പ് സിസ്റ്റം ഉണ്ട്, ടച്ച് സിസ്റ്റം ഉണ്ട്. ഡോറിങ്ങനെ പൊങ്ങി വരുമ്പോൾ കൈ തട്ടി കഴിഞ്ഞാൽ തന്നെ വൺ ടച്ച് അത് പറഞ്ഞുണ്ട്. അതുകൂടാണ്ട് ഫ്ലോട്ടിംഗ് ടൈപ്പ് സ്റ്റാൻഡേർഡ് മ്യൂസിക് സിസ്റ്റം ഉണ്ട്. അത് നമുക്ക് 3 വേരിയന്റ് ഉണ്ട്, സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ ഉണ്ട്. കാരണം വേറൊരു മാനുഫാക്ചർ അത് കൊടുക്കുന്നില്ല, കാരണം ക്യാമറ കൊടുക്കുന്നില്ല. ബേസ് മോഡലിൽ തന്നെ അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ട്. അലൈവിലില്ല, പിന്നെ ഫോഗ് ലാമ്പ് ഇല്ല, അങ്ങനെ ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കിൽ ഈ ഡിഫോഗ് ലൈൻസ് വരത്തില്ല, അങ്ങനെ കുറച്ച് ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ വരത്തുള്ളൂ. അഡാസ് വരുന്നത് ടോപ്പിൽ മാത്രമാണ് അഡാസ് ഉള്ളത്. പക്ഷെ മിഡിൽ ഓപ്ഷൻ തൊട്ട് നമുക്ക് ഈ ലൈൻ വാച്ച് ക്യാമറ വരും, വയർലെസ് ചാർജർ ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്,
പിന്നെ അലോയ് വീൽ വരുന്നുണ്ട്, മഡ് ഫ്ലാപ്പുകൾ വരുന്നുണ്ട്, ഫോഗ് ലാമ്പ് ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്, കീ സെൻട്രി ആണ് എല്ലാം അതെല്ലാം മിഡിൽ വേരിയന്റ്. പിന്നെ ഇത് നേരെ മറിച്ച് CVT ആണെങ്കിൽ 3 വേരിയന്റിലും നമുക്ക് മറ്റേ ഹോണ്ട കണക്ട് ആപ്പ് ഫ്രീ ആയിട്ട് സബ്സ്ക്രിപ്ഷൻ 5 വർഷത്തേക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് കീ വെച്ച് തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം, മൊബൈൽ വഴി വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാ ഓപ്ഷൻസും വി വേരിയന്റ് തൊട്ട് തന്നെ സ്റ്റാർട്ടിംഗ് വേരിയന്റ് തൊട്ട് തന്നെ ഓട്ടോമാറ്റിക്കലി അതുണ്ട്. പിന്നെ പാഡ് ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. കാരണം പാഡ് ഷിഫ്റ്റേഴ്സ് ഒരു 10 ലക്ഷത്തിൽ താഴെയുള്ള വണ്ടിക്ക് ഇല്ല നിലവിൽ. സ്പോർട്സ് മോഡ് വിത്ത് പാഡ് ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. ഇനി വാറണ്ടി എങ്ങനെയാണ്? നിലവിൽ ഈ വണ്ടിക്ക് 3 വർഷം അൺലിമിറ്റഡ് കിലോമീറ്റർ ആണ് വാറണ്ടി. ആ വാറണ്ടി നമുക്ക് വണ്ടി എടുക്കണം. അപ്പോൾ 7 ഇയർ കൂടെ തന്നെ വണ്ടി മേടിക്കുമ്പോൾ തന്നെ 3 വർഷം അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടി ഉണ്ട്. അത് നമുക്ക് വണ്ടി എടുക്കുമ്പോൾ 7 ഇയർ അൺലിമിറ്റഡ് ആക്കി എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം 10 വർഷം വരെ വാറണ്ടി എടുക്കാം. എക്സ്റ്റൻഡ് വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്ത് പോകാം. വണ്ടി എടുക്കണം. അപ്പോൾ 7 വർഷം ആക്കി എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ 7 വർഷം ആക്കുമ്പോഴും 10 വർഷം ആക്കുമ്പോൾ അഡീഷണൽ പേയ്മെന്റ് ചെയ്യാം. എത്ര രൂപ ഇരിക്കും? ഏകദേശം ഈ വണ്ടിക്ക് ഒരു 7 വർഷം അൺലിമിറ്റഡ് ആക്കുമ്പോൾ 30 രൂപ അടുത്ത് വരും. അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടി ആക്കണേ 7 വർഷം അൺലിമിറ്റഡ് ആവും. അതിനുശേഷം 7 വർഷത്തിന് ശേഷം നമ്മൾ സർവീസിംഗ് ആണ്. നമുക്കിപ്പോൾ സെയിൽസിൽ നിന്നുള്ള ഇത് മാത്രമേ വന്നിട്ടുള്ളൂ. 10 വർഷം ആക്കുവാണെങ്കിൽ 10 വർഷം അത് 7 വർഷത്തിന് ശേഷം പറ്റത്തുള്ളൂ. 7 വർഷം കഴിഞ്ഞിട്ട് കൂട്ടിയെടുക്കാനേ പറ്റത്തുള്ളൂ. അത് സർവീസിംഗ് ആണ് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യണം. നമുക്ക് സെയിൽസിൽ നിന്ന് 7 വർഷം വരെയാണ് നിലവിൽ ഉള്ളതല്ലേ. ഇത് വേറെ ആരും കൊടുത്തിട്ടില്ല നിലവിൽ. മാക്സിമം പോയാലും എല്ലാവരും 5 വർഷം അല്ലെങ്കിൽ 1 ലക്ഷം കിലോമീറ്റർ ആണ് വാറണ്ടി ഉണ്ട്. നമ്മൾ ഒരു മാനുഫാക്ചർ മാത്രമാണ് അൺലിമിറ്റഡ് കിലോമീറ്റർ ഓടിച്ചോളാം പറയുന്നത്. ഓൾമോസ്റ്റ് ഒരു 90% വാർഷകളും വാറണ്ടി കവേർഡ് ആണ്. ഫ്രീ ഓഫ് മൈൻഡ് കൊണ്ടുപോകാം. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇത് സെഡാനാണെങ്കിൽ കൂടിയും ലുക്കിൽ വ്യത്യാസം പ്രീമിയം സമാനമായ ഗ്രില്ല് വന്നു. അതെ. സാധാരണ കമ്പനികൾ എന്ന് പറഞ്ഞാൽ SUV അതൊരു ലുക്ക് വേറെ, താഴത്തേക്ക് വരുന്നവർ ആ ലുക്കിലും വ്യത്യാസം വരും. പക്ഷെ ഇത് ആ വ്യത്യാസം വരുത്താതെ കുറച്ചും കൂടി ആ പ്രീമിയം ലുക്കിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സിറ്റിയുടെ ഏകദേശം ഒരു സിറ്റി എടുക്കാൻ ബജറ്റ് ഇല്ലാത്തൊരു സാധാരണ ഫാമിലിക്ക് നമുക്ക് ആദ്യം പ്രീമിയം ഫെസിലിറ്റി കിട്ടുന്ന ഒരു വണ്ടിയായി. കാരണം എലിവേറ്റിനകത്ത് തന്നെ ഫീച്ചേഴ്സും വന്നിട്ടുണ്ട്. സിറ്റിയുടെ ഒരു ബാഗും വന്നു. കാരണം ഈ വണ്ടി സിറ്റി എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഓട്ടോ ലൈസൻസിങ് വൈപ്പർ അടക്കം വന്നിട്ടുണ്ട്. കാരണം സിറ്റിയുടെ ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ മാത്രമുള്ള ഫീച്ചറാണ് ഇതിന് വന്നത്. കാരണം ആ റേഞ്ചിൽ അത് വരുമ്പോൾ 20 ലക്ഷത്തിന് മേളിൽ പോകില്ലേ ഓൺ റോഡ് വരുമ്പോൾ. ഇത് നമുക്കൊരു ഓട്ടോമാറ്റിക് ഒക്കെ ആണെങ്കിൽ ഒരു 13,000 രൂപ ഓൺ റോഡിൽ ഇറക്കാൻ പറ്റും. ഫുൾ ഓപ്ഷൻ വണ്ടി. അങ്ങനെ ഹോണ്ട അമേസ് കൂടുതൽ മാറ്റങ്ങളോടെയും പുതുമകളോടെയാണ് നമുക്ക് മുന്നിലെത്തിയിട്ടുള്ളത്. ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് വീണ്ടും വരാം. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വരുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും ശ്രദ്ധിക്കുക. എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.